മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 29 അധ്യായം 25 വാക്യം നമുക്ക് ധ്യാനിക്കാം. The book of Proverbs, chapter 29, verse 25. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്ര. ധാരാളം സമ്പത്തുള്ള ഒരു ചക്രവർത്തി പ്രാർത്ഥിക്കുന്നത് ഒരു ഭിക്ഷു കേട്ടു. ദൈവമേ, ഇനിയും ധാരാളം സ്വർണ്ണ നാണയങ്ങൾ എനിക്ക് തരണമേ. അത് കേട്ട ഭിക്ഷു ചക്രവർത്തിയോട് ഭിക്ഷ തെണ്ടാതെ പോകാൻ തുനിഞ്ഞു. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, കഷ്ടം തന്നെ, എന്നെ കാണാൻ വന്നിട്ടൊന്നും മിണ്ടാതെ പോകുന്നത് ശരിയല്ല. പറയൂ, എന്താണ് അങ്ങേക്ക് വേണ്ടത്? ഭിക്ഷു വളരെ സാവധാനം പറഞ്ഞു, എനിക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോകാനുള്ള ഭക്ഷണം യാചിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ അങ്ങും ദൈവത്തോട് ഭിക്ഷ തെണ്ടുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങയോടൊന്നും ചോദിക്കാതെ പിൻവാങ്ങിയതാണ്. ഒരു ഭിക്ഷു വേറൊരു ഭിക്ഷുവിനോട് ഭിക്ഷ തെണ്ടാറില്ലല്ലോ. ആ വാക്കുകൾ ചക്രവർത്തിയെ ചിന്തിപ്പിച്ചിട്ടുണ്ടാവണം. സോക്രട്ടീസ് പറയുന്നുണ്ട്, ഏറ്റവും കുറച്ച് വസ്തുക്കൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. അതെ, നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത് കർത്താവിലാണ്. അവിടെ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. മറ്റൊന്നിലും നമുക്ക് വിശ്വാസം അർപ്പിക്കുവാൻ സാധ്യമല്ല. കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ധീരതയോടെ മുന്നേറുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.